കാപ്പാട് കഴിച്ചിട്ടുണ്ടാകുന്നത്. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ടിരിക്കുന്നു. പിന്നല്ലാതെ നന്ദികേടല്ല, നല്ല അനുകൂലമാണോ? ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമുക്ക് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇദ്ദേഹത്തെ അറിയാത്ത, രാഷ്ട്രീയം അറിയാവുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും വരെ അറിയാവുന്ന ഒരാളാണ് MM മണി സാർ. അപ്പോൾ മണി സാറ് ഇന്നലെ വന്നിട്ട്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയല്ലോ, പൊട്ടിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള താത്വിക അവലോകനം നടത്താനായിട്ട് മാധ്യമങ്ങൾ ക്ഷണിച്ചപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി ഇത് ആദ്യമായിട്ടൊന്നുമല്ല, പുള്ളിയുടെ വായിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്കതുകൊണ്ടാണ് പുള്ളീനെ ഭയങ്കര ഇഷ്ടം. പുള്ളി മറ്റുള്ള പഴച്ച രാഷ്ട്രീയക്കാരെ പോലെയല്ല. അതായത് ഇദ്ദേഹം ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്തും കാണിക്കും, കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ബാക്കി എല്ലാവരും ഉള്ളിൽ എന്തെങ്കിലും വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ ചിരി ഫിറ്റ് ചെയ്തിട്ട് വരും. ഇദ്ദേഹം അതുകൊണ്ട് വളരെ വ്യത്യസ്തനാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, പക്ഷെ ആ പറഞ്ഞത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ നാട്ടിലെ ആളുകൾ ഇവരുടെ എല്ലാം കയ്യിൽ നിന്ന് കാശ് മേടിച്ച്, അല്ലെങ്കിൽ ഇവർ തന്ന ഔദാര്യം നക്കിയിട്ട് ഇവർക്കെതിരെ കുത്തി. അതായത് ഇവരുടെ കയ്യിൽ നിന്ന് കാശ്, കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിൽ നിന്നുള്ള ഔദാര്യമെല്ലാം പിടിച്ചു പറ്റിയിട്ട് കോൺഗ്രസ്സുകാർക്കും താമരയ്ക്കും പോയി വോട്ട് കുത്തി എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതൊരു കറക്റ്റായിട്ടുള്ളൊരു രീതിയാണോ? കാരണം ഈ മണിസാറും മണിസാറിൻ്റെ കൂട്ടുകാരും അല്ലെങ്കിൽ അണികളും ചേർന്ന് പാടത്ത് പണിയെടുത്ത് നമ്മളെ തീറ്റിപ്പോറ്റുന്നൊന്നുമല്ല. എന്നെയും നിങ്ങളെയും പോലുള്ള എല്ലാ ജനങ്ങളും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗം പിടിച്ച് പറിച്ച് കൊണ്ടുപോയി, ഇൻകം ടാക്സ് ആയിട്ടും പല രീതിയിലുള്ള ടാക്സ് ആയിട്ട് പിടിച്ച് പറിച്ച് കൊണ്ടുപോയിട്ട് അത് നമുക്കെല്ലാം വീതിച്ച് റോഡും പാലവും ഒക്കെ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ പുള്ളി പറയാണ്, ഞാൻ പാലം കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, എന്നിട്ടും നാട്ടുകാർക്ക് ഒരു കുറച്ചെങ്കിലും ഉളുപ്പ് വേണ്ടേ എന്നുള്ള രീതിയിലുള്ള സംസാരം. അപ്പോൾ ബാക്കിയുള്ള ബുദ്ധിമാന്മാരെ ആൾക്കാർക്ക് കാര്യം പിടികിട്ടി. അവരെ ഇങ്ങേർക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്ന് അപ്പോളജൈസും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ നന്ദിയുണ്ട്. പക്ഷേ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു അപ്പോളജി ആയിട്ടൊന്നും തോന്നില്ല. അതന്നെ എൻ്റെ നിലപാട്. ഞാൻ ഇന്നലത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് ശരിയായില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. എന്താണ് അങ്ങനെ പെട്ടെന്നൊരു പറയാൻ? അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. ഇന്നലത്തെ ഒരു വികാരത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു, ഉള്ളിലൊന്നും വെച്ചിട്ടൊന്നുമല്ല. ആൾക്കാർ കൊണ്ടുപോയി തിന്നട്ടെ. ആരുണ്ടാക്കിയ മുതലാണ് എൻ്റെ ചേട്ടാ. നമ്മുടെ നാട്ടുകാരൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് വിധിയാണ് ഈ 3 രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ കിടന്ന് മരിക്കുക എന്നുള്ള വിധി. വിജയനെ പോലെ ആരെങ്കിലുമൊക്കെ വന്നാൽ മതിയായിരുന്നു. ഈ നാട് നന്നാവില്ല.